KCV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ. 30/8/2025 അസാധാരണ ഗസറ്റ് മുഖേന 91 തസ്തികകളിലേക്കുള്ള PSC നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 266 മുതൽ 356 വരെയാണ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ കാറ്റഗറി നമ്പർ 294 മുതൽ 356 വരെയുള്ളവ NCA വിജ്ഞാപനങ്ങളാണ്. അത് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. ഇപ്പോൾ പരിശോധിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ടീച്ചർ ഒഴിവുകളെ കുറിച്ചാണ്. 4 നേരിട്ടുള്ള നിയമനങ്ങളും 4 തസ്തിക മാറ്റം വഴിയുള്ള നിയമനങ്ങളുമാണ് ടീച്ചേഴ്സിന് വേണ്ടി ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഓരോന്നായി പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്. ആദ്യമായി നേരിട്ടുള്ള നിയമനങ്ങൾ പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 284/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഹൈസ്കൂൾ ടീച്ചർ, സംസ്കൃതം. ശമ്പള സ്കെയിൽ 41,300 രൂപ, 87,000. ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരെണ്ണമാണ്. ജില്ലാ നിയമനമാണ്. അപേക്ഷിക്കേണ്ട ജില്ല ഇടുക്കി. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ സംസ്കൃത ഭാഷയിലുള്ള ബിരുദവും B.Ed അല്ലെങ്കിൽ BT അല്ലെങ്കിൽ LTയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ പൗരസ്ത്യ ഭാഷാ പഠനത്തിലുള്ള ടൈറ്റിലും കൂടാതെ കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ നൽകിയ ഭാഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പൗരസ്ത്യ ഭാഷാ പഠനത്തിലുള്ള ടൈറ്റിൽ ബന്ധപ്പെട്ട ബിരുദത്തിൻ്റെ പാർട്ട് 3 തുല്യമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിൽ ഡിഗ്രിക്ക് തുല്യമായി അംഗീകരിക്കുന്നതാണ്. കേരള സർക്കാർ നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായിരിക്കണം. കാറ്റഗറി നമ്പർ 288/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, HS മലയാളം മീഡിയം. ശമ്പള സ്കെയിൽ 35,600, 75,400. ഒഴിവുകളുടെ എണ്ണം 2. ജില്ലാ നിയമനമാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന SSLC പരീക്ഷ വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കോഴ്സ് ജയിച്ചിരിക്കണം അഥവാ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല നൽകുന്നതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ റെഗുലർ പഠനത്തിലൂടെ നേടിയ ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള BPed, MPed തുടങ്ങിയ ബിരുദങ്ങളിൽ ഏതെങ്കിലും നേടിയിരിക്കണം. അല്ലെങ്കിൽ SSLCയോ തത്തുല്യമായ പരീക്ഷാ യോഗ്യതയോ ഉള്ള വിമുക്ത ഭടന്മാർക്ക് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത കൂടി ഉള്ളപക്ഷം ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1. ആംഡ് ഫോഴ്സിലെ ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ്, അതായത് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടേഴ്സ് ബേസിക് കോഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ആർമി ഫിസിക്കൽ ട്രെയിനിങ് കോപ്സ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ്. അല്ലെങ്കിൽ നേവൽ ഫിസിക്കൽ ട്രെയിനിങ് കോപ്സ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ്. അല്ലെങ്കിൽ എയർഫോഴ്സ് ഗ്രൗണ്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ്. ഇതെല്ലാം കൂടാതെ കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് 4 പാസ്സായിരിക്കണം. കാറ്റഗറി നമ്പർ 290/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ, തമിഴ്. ശമ്പള സ്കെയിൽ 26,500, 60,700. ഒഴിവുകൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ്. കൊല്ലം ജില്ലയിലേക്കാണ് നിയമനം നടത്തുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം.
പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. യോഗ്യതകൾ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ തമിഴ് ഭാഷയിലുള്ള ബിരുദവും BEd അല്ലെങ്കിൽ BT അല്ലെങ്കിൽ LTയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ പൗരസ്ത്യ ഭാഷാ പഠനത്തിലുള്ള ടൈറ്റിലും പ്രസ്തുത ടൈറ്റിൽ ബന്ധപ്പെട്ട ബിരുദത്തിൻ്റെ പാർട്ട് 3 തുല്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പക്ഷം. കൂടാതെ കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ നൽകിയ ഭാഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റ്. ഇതുകൂടാതെ കേരള സർക്കാർ ഈ തസ്തികയ്ക്ക് വേണ്ടി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ KTET കാറ്റഗറി 3 പാസ്സായിരിക്കണം. കാറ്റഗറി നമ്പർ 291/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം. ശമ്പള സ്കെയിൽ 26,500, 60,700. ഒഴിവുകളുടെ എണ്ണം ആലപ്പുഴ ജില്ലയിൽ 1 എണ്ണം. വയനാട് ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ. ജില്ലാ നിയമനമായതുകൊണ്ട് ആലപ്പുഴ, വയനാട് ജില്ലകളിൽ നിന്ന് 1 എണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ സംസ്കൃത ഭാഷയിലുള്ള ബിരുദവും BEd അല്ലെങ്കിൽ BT അല്ലെങ്കിൽ LTയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ പൗരസ്ത്യ ഭാഷ സംസ്കൃത പഠനത്തിലുള്ള ടൈറ്റിൽ. കൂടാതെ കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ നൽകിയ ഭാഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പൗരസ്ത്യ ഭാഷാ പഠനത്തിലുള്ള ടൈറ്റിൽ ബന്ധപ്പെട്ട ബിരുദത്തിൻ്റെ പാർട്ട് 3 തുല്യമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിൽ ഡിഗ്രിക്ക് തുല്യമായി അംഗീകരിക്കുന്നതാണ്. കൂടാതെ കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ KTET കാറ്റഗറി 3 പാസ്സായിരിക്കണം. ഇനി തസ്തിക മാറ്റം വഴിയുള്ള അധ്യാപക തസ്തികകളാണ് പരിശോധിക്കുന്നത്. കാറ്റഗറി നമ്പർ 283/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം മലയാളം മീഡിയം. തസ്തിക മാറ്റം വഴിയുള്ള റിക്രൂട്ട്മെൻറ്റാണ്. ശമ്പള സ്കെയിൽ 41,300, 87,000. ഒഴിവുകളുടെ എണ്ണം തിരുവനന്തപുരത്ത് 1, മലപ്പുറം ജില്ലയിൽ 3. നിയമന രീതി തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ക്ലാർക്ക്, ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, ഓഫീസ് അറ്റൻഡൻറ്റ്, ബൈൻഡർ എന്നിവയിൽ ഏതെങ്കിലും തസ്തികയിൽ ജോലി ചെയ്യുന്ന നിശ്ചിത സർവീസ് പൂർത്തിയാക്കിയവരിൽ നിന്ന് തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി ബാധകമല്ല. ഗണിതശാസ്ത്രം മലയാളം മീഡിയം നേരിട്ടുള്ള നിയമനത്തിന് ബാധകമായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഈ കാറ്റഗറിയിലും ബാധകമായിരിക്കും. കാറ്റഗറി നമ്പർ 285/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക്. തസ്തിക മാറ്റം വഴിയുള്ള നിയമനം. ശമ്പള സ്കെയിൽ 41,300, 87,000. ഒഴിവുകളുടെ എണ്ണം വയനാട് ജില്ലയിൽ 1. നിയമന രീതി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ക്ലാർക്ക്, ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, ഓഫീസ് അറ്റൻഡർ, ബൈൻഡർ എന്നിവയിൽ ഏതെങ്കിലും തസ്തികയിൽ ജോലി ചെയ്യുന്ന നിശ്ചിത സർവീസ് ഉള്ളവരിൽ നിന്നും തസ്തിക മാറ്റം വഴിയുള്ള നിയമനം. പ്രായപരിധി ബാധകമല്ല. നേരിട്ടുള്ള നിയമനത്തിന് ബാധകമായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഈ തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിനും ബാധകമായിരിക്കും. അതായത് KTET മുതലായ പരീക്ഷകൾ ജയിച്ചിരിക്കണം, അറബി ഭാഷയിൽ ബിരുദമുണ്ടായിരിക്കണം തുടങ്ങിയവ. കാറ്റഗറി നമ്പർ 286/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി. തസ്തിക മാറ്റം വഴിയുള്ള നിയമനം. ശമ്പള സ്കെയിൽ 41,300, 87,000. ഒഴിവുകളുടെ എണ്ണം തിരുവനന്തപുരം ജില്ലയിൽ 1, പാലക്കാട് ജില്ലയിൽ 1, മലപ്പുറം ജില്ലയിൽ 1. നിയമന രീതി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ക്ലാർക്ക്, ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, ഓഫീസ് അറ്റൻഡൻറ്റ്, ബൈൻഡർ തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്ന നിശ്ചിത സർവീസ് ഉള്ളവരിൽ നിന്നും തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ്. പ്രായപരിധി ബാധകമല്ല. ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ നേരിട്ടുള്ള നിയമനത്തിന് ബാധകമായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഈ തസ്തികയ്ക്കും ബാധകമായിട്ടുണ്ടായിരിക്കും. കാറ്റഗറി നമ്പർ 287/2025. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്. തസ്തിക മാറ്റം വഴിയുള്ള നിയമനം. ശമ്പളം 41,300, 87,000. ഒഴിവുകളുടെ എണ്ണം കണ്ണൂർ 2, മലപ്പുറം 3, കാസർഗോഡ് 1. നിയമന രീതി
പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ക്ലാർക്ക്, ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, ഓഫീസ് അറ്റൻഡന്റ്, ബൈൻഡർ തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്ന നിശ്ചിത സർവീസ് ഉള്ളവരിൽ നിന്നും തസ്തിക മാറ്റം വഴിയുള്ള നിയമനം. പ്രായപരിധി ബാധകമല്ല. ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷിൻ്റെ നേരിട്ടുള്ള നിയമനത്തിന് ബാധകമായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഈ നിയമനത്തിനും ബാധകമായിരിക്കും. യോഗ്യത സംബന്ധിച്ചോ നിയമന രീതി സംബന്ധിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അതല്ല എങ്കിൽ എല്ലാ ഒഴിവുകളുടെയും കൃത്യമായ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഏത് തസ്തികയ്ക്കാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തസ്തികയുടെ വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.